ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒസാക്ക സിറ്റിയിലെ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞാനിവിടെ നേരെ ഹിരോഷിമയിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ജപ്പാനിലെ ഹോട്ടലിലെ കുറച്ച്, അതായത് നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കോമൺ അല്ലാത്ത എന്നാൽ കേട്ടാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് റൂം. ഓക്കെ, ജപ്പാൻ ഇത്തിരി എന്താ പറയുക, ചെറിയൊരു രാജ്യമാണ്, കൺജസ്റ്റഡ് ആണ്, വലിപ്പം കുറവാണ്, കുറച്ച് നാച്ചുറൽ. ഇതാണ് മിറർ, സ്വിച്ചൊക്കെ ഈ ടൈപ്പാണ് കേട്ടോ. മിററിൻ്റെ സ്വിച്ചിട്ടാണ്. ടോയ്ലറ്റാണ് കാണേണ്ടത്, ടോയ്ലറ്റ് ബാത്റൂം, ടോയ്ലറ്റ് ഇതാ. ഓക്കെ, പൊളിയോ. ഓക്കെ, ഈ ടോയ്ലറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, ചൈനയിലെ വീഡിയോയിൽ. എല്ലാം ഇപ്പോൾ നമുക്ക് ഫ്ലഷ് അടിക്കണമെങ്കിൽ ഇതിൽ പ്രസ് ചെയ്താൽ ഫ്ലഷ് ആവും. ഓക്കെ, അല്ലാണ്ട് ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇതിൽ പ്രസ് ചെയ്താൽ ഫ്ലഷ് ആവും. ഫുൾ ഫ്ലഷ് കണ്ടോ, ഹാഫ് ഫ്ലഷ്. ഇനി ഇവിടെ നമുക്ക് എർത്ത് വാസറ്റും കാര്യങ്ങളൊന്നുമില്ല, വാഷ് ചെയ്യാനായിട്ട് എർത്ത് വാസറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് സ്പ്രേ എന്ന് പറഞ്ഞ് ഞെക്കി കഴിഞ്ഞാൽ വാഷാവും. പല ടൈപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സീറ്റില്ലേ, ഇത് ഹീറ്റാവും. ഇത് ചൈനയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ലോ. ഓക്കെ, അതേപോലെ തന്നെ വാട്ടറിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. നോസിൽ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് പൊസിഷനിലോട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതല്ല, വാഷ് ചെയ്യുന്നത് ഏത് പൊസിഷനിലോട്ട് എന്നുള്ളത് എല്ലാം, അതായത് നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം മെഷീനാണ്. ഓക്കെ, ഇത് ചൈനയിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ക്വൈറ്റ് നാച്ചുറൽ. ആക്ച്വലി ഇതൊന്നുമല്ല, വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് തരുന്ന ഒരു ഇതാണ്. ഓക്കെ, അതുകൊണ്ട് ടി വി ഓണാക്കി കഴിയുമ്പോൾ ടി വിയിലുണ്ട് ഇൻഫർമേഷൻസ്. ഇതിനകത്തൊരു സംഭവം ഞാൻ കാണിച്ചുതരാം. ലാർജ് പബ്ലിക് ബാത്ത് എന്നൊരു സംഭവമുണ്ട്. ഇത് കണ്ടോ, ലാർജ് പബ്ലിക് ബാത്ത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോട്ടലിൻ്റെ 16ാമത്തെ നിലയിൽ, അതായത് ജപ്പാനിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോട്ടലിലെയും 16ാമത്തെ നിലയിൽ ഒരു പബ്ലിക് ഏരിയ ഉണ്ട്. മെന്നിനും വുമണ്ണും വേറെ വേറെ സെപ്പറേറ്റ് ആണ്. ഞാൻ എൻ്റെ വീഡിയോസ് ഉണ്ട്, ഞാനത് ഇതിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഒരു പബ്ലിക് ഏരിയ ഉണ്ട്. നമ്മൾ 16ാമത്തെ നിലയിൽ ചെന്നതിന് ശേഷം, അതിനുള്ളോട് ചെന്നതിന് ശേഷം നമ്മൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞിട്ട് നമുക്കവിടെ ലോക്കറും കാര്യങ്ങളൊക്കെ. ഞാൻ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കാം. കംപ്ലീറ്റ് ന്യൂഡായിട്ട് വേണം അതിനകത്ത് കുളിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഏരിയയിൽ ചെല്ലും. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ വെക്കാം, ഇതിന് തൊട്ട് മുമ്പ് വീഡിയോ വെക്കാം. അവിടെ മൊബൈൽ ഫോൺസ് അലൗഡ് അല്ല. ഇതേപോലത്തെ ഒരു ഞാൻ അതിന് മുകളിൽ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ കയറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഡ്രസ്സ് അഴിക്കണം. അതായത് ഒരു അണ്ടർവെയർ പോലും പാടില്ല, ഒരു നൂൽബന്ധം പോലും ശരീരത്തിൽ പാടില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇതിനകത്തൊരു 5-8 ആൾ ഒരു നൂൽബന്ധം ഇല്ലാണ്ട് കിടക്കണം, ഒരു ഡ്രസ്സും ഇല്ല. അവിടെ അവരെഴുതി വെച്ചിട്ടുണ്ട് അണ്ടർവെയർസ് ഒന്നും പാടില്ല എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പോസ്റ്റിനകത്ത് ഇടാം. ഒരു 5-8 ആൾക്കാർ അതിനകത്ത് ഒരു 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 നൂൽബന്ധം ഇല്ലാണ്ട് കിടക്കണം. അവന്മാർക്കൊരു 400, അതായത് അതായത് ഇവിടുത്തെ ജപ്പാനിൽ അതൊരു കോമണായ കാര്യമാണ്, മനസ്സിലായോ? അതായത് അത് ഭയങ്കര സംഭവമല്ല, അവർ പരസ്പരം ബോധേടമല്ല. ഇതൊരു ഹോട്ട് വാട്ടറാണ്. ഇപ്പോൾ ജപ്പാനിലെ വെതർ കോൾഡാണ്. ഓക്കെ, ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് ചൂടുവെള്ളമാണ്. ഭയങ്കര സുഖമാണ് നമുക്ക് അതിനകത്ത് കിടക്കാനായിട്ട്. ഞാനും പോയി കിടന്നു, ഞാനും ഡ്രസ്സൊക്കെ ഊരി അവിടെ പോയി കിടന്നു. ഇത് കണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് അത് ഇതിനകത്തില്ല. പിന്നെ നമുക്ക് കുളിക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. എല്ലാം ഓപ്പണായിട്ട് എല്ലാവരും ഓപ്പണാണ്, ആരും ഡ്രസ്സ് എന്നിട്ടാണ്ട് ഓപ്പണായിട്ട് തന്നെ കുളിക്കുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോനകത്ത് വെക്കാം. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ ഒരു രസമുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. ഇത് നമ്മുടെ ഇന്ത്യയിൽ വരെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിനകത്തൊരു സംഭവം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചല്ല കേട്ടോ, മിക്സഡ് അല്ല. ആരും അത് പ്രതീക്ഷിച്ച് ജപ്പാനിലോട്ട് വരണ്ട. സെപ്പറേറ്റ് ആണ്. ഓക്കെ, അവർ റൂം കീസ് തരുമ്പോൾ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തരും. കണ്ടോ, ഫോർ മെയിൽ അവർക്ക് ബ്ലാക്ക് കീ തരാം. ഈ ബ്ലാക്ക് കീ വെച്ചാൽ മാത്രമേ ഇതിനകത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫോർ ഫീമെയിലിന് വേറെ, അവർക്ക് വേറെ സെപ്പറേറ്റ് ആണ്, മിക്സഡ് ആയിട്ടല്ല. അവർ സെപ്പറേറ്റ്. നമുക്ക് ഗേൾസിനെ കാണാനോ ഒന്നും പറ്റില്ല. ഞാനത് ഫുള്ള് മെൻ, ഫീമെയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വന്നിരിക്കുന്ന കാർഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് വന്നിരിക്കുന്ന കാർഡ്. എനിക്ക് ബ്ലാക്കാണ് തന്നത്. ഫോർ മെൻ, ഫോർ ഫീമെയിൽ.
ഇതാ 16ാമത്തെ നിലയിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫീമെയിലും ഈ കാണുന്ന മെയിലിനുള്ള വാഷ്റൂമാണ്. സോറി, പബ്ലിക് ബാത്റൂം ഏരിയയാണ്. ഇതാണ് ആ ലോക്കർ ഫെസിലിറ്റിയുള്ള സ്ഥലം. ഇത് നമ്മൾ കുളിച്ച് വന്നതിന് ശേഷം പബ്ലിക്കായിട്ട് ഞാൻ വരുന്ന സമയത്ത് അവിടെ ഫുൾ ന്യൂഡായിട്ട് ആൾക്കാരാണ് കണ്ട. അതിനകത്ത് എഴുതിയിട്ടുണ്ട് അണ്ടർവേഴ്സ് ഒന്നും പാടില്ല എന്ന്, ഫുൾ ന്യൂഡായിരിക്കണമെന്ന്. ഞാൻ ചെല്ലുന്ന സമയത്ത് ആ പബ്ലിക് ഏരിയയിൽ ഏകദേശം ഒരു 12-14 പേരുണ്ട് കംപ്ലീറ്റ് ന്യൂഡായിട്ട്, ഒരു ഡ്രസ്സ് പോലും ഇടാത്ത. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു കോമൺ ഏരിയയാണ്. അതായത് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുൾ ന്യൂഡായിട്ട് നമ്മൾ ആ മിററിൻ്റെ അവിടെ പോയി നിൽക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ മിററിൽ നിന്നിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം. കണ്ടോ, കോമൺ ആയിട്ട് എല്ലാം 3-4 ഹെയർ ഡ്രയർ. ഞാൻ ബാത്ത് ടവൽ എടുത്തിട്ടുണ്ടാക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ബാത്ത് ടവൽ ഒരു ഇതാണ് ആ കയറി വരുന്ന ഏരിയ. ഞാനിത് അവർ കാണാതെ എടുത്താണ്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം മൊബൈൽ അവിടെ അലൗഡല്ല, അവർ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, കയറുന്നതിന് തൊട്ട് മുമ്പ് അവർ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺസ്, സ്വിം സൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അലൗഡല്ലാന്ന്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ നഗ്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എടുക്കാനും പറ്റിയില്ല. കാരണം ഞാനും പെടില്ല അതിനകത്ത്. ഓക്കെ, അപ്പോൾ ബൈ.